അവൻ ഇന്റർലോക്കിന്റെ ജോലിക്ക് പോയിട്ടാണ് അവൻ ഡെയിലി വീടും കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വീട്ടിലുള്ളവനാണ് രാഹുൽ, എന്റെ കൂട്ടുകാർ രാഹുൽ. അവന്മാര് കൊന്നു കളഞ്ഞു. ഈ വീട് കാണണം, അവന്റെ ഒരു ഇതിലാണ് ഈ വീട് വെക്കൊണ്ടിരിക്കുന്നത്. ഒരു പെണ്ണിനെ സ്നേഹിച്ചെന്നും പറഞ്ഞ് അവന്മാർക്ക് ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ഇതാണ് ചെയ്യാറുള്ളത്. അതുപോലെ അവന്റെ ലങ്സിന്റെ അകത്താണ് ഇവന് കുത്ത് ലങ്സിന്റെ അകത്താണ് കയറി എന്ന് പറഞ്ഞു. അവന് 4 കുത്ത് കിട്ടി. അവന് എന്തായാലും മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് അവർ കുത്തിയേക്കണത്. ബാക്കി പലരും പറയുന്നുണ്ട് ബാറിൽ നടന്ന വിഷയമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പലർക്കും പലതും പറയാം. ഒരുത്തനെ കൊന്നു കളഞ്ഞപ്പോ എല്ലാവർക്കും സമാധാനമായി. രാഹുലുമായി ആ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു. രണ്ടുപേര് സ്നേഹത്തിലായിരുന്നു, വീട്ടുകാർക്കും സമ്മതം. അപ്പോഴാണ് ആ വില്ലൻ ഇവർക്കിടയിലേക്ക് കടന്നു വരുന്നത്. രാഹുൽ എന്നു പേരുള്ള മറ്റൊരുത്തൻ. ഈ 18കാരനാണ് എല്ലാം നശിപ്പിച്ചത്. ഈ വിവാഹബന്ധം നശിപ്പിക്കാൻ അവൻ പല കളിയും നടത്തി. പക്ഷേ 24കാരൻ രാഹുലിനെ പിന്തിരിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ 18കാരൻ രാഹുൽ ആ കാര്യം തീരുമാനിച്ചു. അവൻ ആ താക്കോൽ കൂട്ടം കയ്യിലെടുത്തു. അതോടെ എല്ലാത്തിനും തീരുമാനമായി. എന്താണ് 18കാരനെടുത്ത ആ തീരുമാനം? സംഭവം ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടെ അടി നടക്കണുണ്ടായിരുന്നു പറയുമ്പോ ഈ കുത്തിയ രാഹുലും എന്റെ കൂട്ടുകാർ രാഹുലായിട്ട് അവിടെ ദൂരെ അടി ഇറങ്ങുന്നുണ്ട്. ഞാനാണെങ്കിൽ വണ്ടി വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയ വഴിക്കാണെങ്കിൽ ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഉസ്മാൻ എന്ന് പറയുന്ന ആള് വണ്ടിയുടെ ചാവി ഊരാൻ പോയപ്പോൾ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, വണ്ടിയെ ചാവി ഊരണം, എന്റെ വണ്ടിയുടെ ചാവി ഊരി എടുക്കാൻ പോയി. ഞാൻ എന്റെ വണ്ടിയുടെ ചാവി എന്തിനു ഊരി എടുക്കണേന്ന് ചോദിച്ചു നീ എവിടെ ഉള്ളത്, നീ എന്തിനു ഇവിടെ വന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ എന്റെ മൈൻഡ് ഡൈവേർട്ടാക്കി ഇങ്ങോട്ടാക്കി. എന്നിട്ട് അവിടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ട് വേറെ 2 പേരുമാരും അല്ലാതെ എക്സ്ട്രാ ഉണ്ടെന്നാണ് അവിടെ ഇന്ന് ആൾക്കാരൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഉസ്മാൻ ഇങ്ങോട്ടാക്കിയിട്ട് ഞാൻ പിന്നെ കാണുന്നതെന്ന് പറയുമ്പോൾ എന്റെ കൂട്ടുകാരൻ രാഹുൽ കുത്ത് കിട്ടിയ ദേശത്തില് ഈ കുത്തിയ രാഹുലിനെ ഓട്ടിക്കണതാണ് കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ വയറ്റിന്റെ കുത്ത് കിട്ടിയ ഭാഗത്ത് കൈയും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓടി പറഞ്ഞാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഈ ഉസ്മാൻ എന്ന് പറയുന്ന ആളും എന്റെ കൂട്ടുകാരൻ രാഹുലും ഈ കുത്തിയ രാഹുലൊക്കെ ആയിട്ട് വീണ്ടും സംസാരങ്ങളായി അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കോളറി കയറി പിടിച്ച് എല്ലാവരും കൂടെ വന്ന് വീണിട്ട് എണീറ്റപ്പം ഞാൻ കാണുന്നതെന്ന് പറയുമ്പോൾ എന്റെ കൂട്ടുകാരന് പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്ക് ഒട്ടും വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് കൊണ്ടുപോകും, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന വണ്ടിയിൽ ഞാൻ പെട്ടെന്ന് കയറ്റിയപ്പോൾ തന്നെ അവന് ബോധമില്ലായിരുന്നു. കൊണ്ടുപോയപ്പോ എന്റെ അടുത്ത് പറയാ, ശരി എനിക്ക് പറ്റില്ലടാ, എനിക്ക് ഒട്ടും പറ്റില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എനിക്ക് ഒട്ടും വയ്യ, എന്നെ പെട്ടെന്ന് എത്തിരി, എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് കാട്ടാക്കട എത്തിയപ്പോൾ അവന് ബ്രീത്ത് എടുക്കാൻ പറ്റാതെ അവൻ നല്ലപോലെ ബ്രീത്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നേരെ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കാട്ടാക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ പറ്റൂല, കുറച്ച് സീരിയസ് ആണ്, അവനെ പെട്ടെന്ന് മെഡിക്കൽ ഇല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ ഞാൻ മമ്മലിലെ ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോൾ അവർ നേരെ ICUയിൽ കയറ്റിയിട്ട് അവന് ഓക്സിജനും ഒന്നും എടുക്കാനൊന്നും പറ്റില്ല, സ്വയമേ ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. അവര് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണുണ്ടായിരുന്നു. പിന്നെ അവര് 1/2-3 മണിക്കൂർ അവിടെ കിടത്തിയിരുന്നു. അവര് നല്ലപോലെ നോക്കി. അവന് ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ അറ്റാക്ക്, അതുപോലെ അവന്റെ ലങ്സിന്റെ അകത്താണ് ഇവന് കുത്ത് ലങ്സിന്റെ അകത്താണ് കയറി എന്ന് പറഞ്ഞു. അവന് 4 കുത്ത് കിട്ടി. അവന് എന്തായാലും മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് അവർ കുത്തിയേക്കണത്. കാരണം ആളില്ലാത്ത സ്ഥലം നോക്കി, ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി അവർ മനഃപൂർവ്വം ചെയ്തതാണ്. അത് 100% ഉറപ്പാണ്. ഏകദേശം 1:2 മണിയൊക്കെ ആയപ്പോൾ അവൻ മരണപ്പെട്ടു. അവര് നല്ലപോലെ നോക്കിയിട്ടും അവനൊന്നും ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല, അവൻ മരണപ്പെട്ടു. ഇവന് എന്റെ കൂട്ടുകാർ രാഹുലിന് ഒരു അഫയർ ഉണ്ടായിരുന്നു. അവന്റെ റിലേഷനാണ്. അവന്റെ ആ ലവറിന്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും ഈ കുത്തിയ രാഹുൽ. ഇവനാണെങ്കിൽ കല്യാണം മുടക്കാൻ വേണ്ടി ഈ രാഹുലിന്റെ ലൈനിന്റെ വീട്ടിൽ വിളിച്ച് പലതും പറയണുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് സംഭവം എന്ന് പറയുമ്പം രാഹുലിനെ ചുമ്മാ കിടന്ന് വിളിച്ച് ഇതേപോലെ ശല്യപ്പെടുത്തണം, കാണണം, സംസാരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാണ് രാഹുൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഈ കുത്തിയ പയ്യനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അവനാണ് സംസാരിക്കാനെന്നും പറഞ്ഞ് എന്റെ കൂട്ടുകാർ രാഹുൽ എന്നെ വിളിച്ച് പറഞ്ഞടാ, ആദ്യം ഇവിടെ വരുമെന്ന് പറഞ്ഞു, ഇതുവരെ കണ്ടില്ല. എന്നിട്ട് കുറെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരും കൊണ്ടുപോകാത്തത്. അവിടെ എത്തിയിട്ട് അവന് പന്തിയോട് തോന്നിയായിരിക്കും അവൻ പാവം എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് വാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോഴും അവിടെ നാടി കിടക്കുകയാണ്. കരുതിക്കുട്ടി ചെയ്ത് തന്നെയാണ്. കാരണം മനഃപൂർവ്വം കരുതിക്കുട്ടി. കാരണം ഒരാള് സ്വയമേ അടിയുടെ ഇടയിൽ രക്ഷപ്പെടാനാണെങ്കിൽ വയറ്റിലല്ലേ നടക്കത്തുള്ളൂ. ഇത് കുത്തിയേക്കണത് ഈ വാരിയെല്ലും ഈ ലങ്സിന്റെ അകത്താണ് അവന് കുത്തുകൊണ്ടത്. അവന് ലങ്സിന്റെ അകത്ത് കുത്തുകൊണ്ട് അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അവന് നല്ല സീരിയസ് ആണെന്ന് മനസ്സിലായ കാട്ടാട് ജംഗ്ഷൻ ഞാൻ അവനെ കൊണ്ടുപോയതിന്റെ ഇടയിൽ കാട്ടാട് ജംഗ്ഷൻ എത്തിയപ്പോ അവന്റെ കാലെല്ലാം കൂടെ ജംഗ്ഷനിൽ, ഞാൻ ബൈക്കിലാണ് കൊണ്ടുപോകണം, അവന്റെ കാലെല്ലാം കൂടെ തറയിൽ കൂടെ ഒരേണുണ്ടായിരുന്നു.
എന്നിട്ട് അവന് ബോധമില്ല. അവൻ ശ്വാസം എടുക്കാൻ വേണ്ടി നല്ലപോലെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നല്ലപോലെ ഇളുത്ത് ശ്വാസം എടുക്കാൻ നല്ലപോലെ ട്രൈ ഉണ്ടായിരുന്നു. താക്കോല് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാ ചാവും സാറേ? താക്കോല് കൊണ്ട് കുത്തണ നമുക്കറിയാമല്ലോ. കാരണം അവനെ ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നേണ്. അവനെ ഈ ഫോറൻസിക് നാള് വന്നപ്പോൾ ഞാൻ മോർച്ചറിയിൽ ഉണ്ടായിരുന്നേണ്. കാരണം ഒരാൾ താക്കോല് കൊണ്ട് കുത്തുകയാണെങ്കിൽ ഒരു പരിധിയുണ്ട്. താക്കോല് കുത്തണ നമുക്കറിയാമല്ലോ. ഇത് താക്കോല് കൊണ്ട് കുത്തുകയാണെങ്കിൽ ഒരു താക്കോല് കൊണ്ട് കുത്തുന്നതിനുള്ള പാടും നമുക്കറിയാം. ഒരു മനഃപൂർവ്വം കുത്തുന്നതിനുള്ള ഒരു പാടും, വേറൊരു ടൂൾസാ എന്തെങ്കിലും പിച്ചാത്തി അങ്ങനെ കാര്യങ്ങൾ വെച്ച് കുത്തണമെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. രണ്ട് രീതിയാണ്. ഒരാൾ നോർമൽ ഒരു മനുഷ്യൻ കണ്ടാൽ അവർക്ക് കാര്യം മനസ്സിലാവും. ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യമാണ്. കാരണം ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. അവന്മാര് ഒരു സംസാരം, ഒരു വിഷയം ഉണ്ടായി അവനെ അടിക്കട്ടെ, അല്ലെങ്കിൽ അവന്റെ കാലിനടിച്ചിട്ടെ. എന്തിനാണ് കൊന്നത് അവനെ? കൊന്നിട്ട് അവന്മാർക്ക് എന്ത് കിട്ടി? അവന്റെ വീട് കാണണം. ആ വീട്ടില് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ വീട് എന്ന് പറയുമ്പോൾ ഇതാണ് അവന്റെ വീട്. അവൻ ഇന്റർലോക്കിന്റെ ജോലിക്ക് പോയിട്ടാണ് അവൻ ഡെയിലി വീടും കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ വീട്ടിലുള്ളവനാണ് രാവിലെ, എന്റെ കൂട്ടുകാർ രാവിലെ അവന്മാര് കൊന്നു കളഞ്ഞു. ഈ വീട് കാണണം. അവന്റെ ഒരു ഇതിലാണ് ഈ വീട് വെക്കൊണ്ടിരിക്കുന്നത്. അവന് കൊന്നിട്ട് ഇപ്പൊ എന്ത് കിട്ടിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് കിട്ടിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്? ഒരു അടി അടിക്കട്ടെ, കുഴപ്പമില്ല. ഒരു പെണ്ണിനെ സ്നേഹിച്ചെന്നും പറഞ്ഞ് അവന്മാർക്ക് ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ഇതാണ് ചെയ്യാനുള്ളത്. സ്നേഹത്തിന്റെ പേരിൽ ആ വീട്ടുകാർക്കോ ഈ വീട്ടുകാർക്കോ പ്രശ്നമില്ല. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറെ പേർക്കാണ് പ്രശ്നം. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കുറെ പേർക്കാണ് പ്രശ്നം. ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. അടുത്ത മാസം അവന്റെ കല്യാണം. പെൺകുട്ടിയെ എന്റെ കൂട്ടുകാർ രാഹുലുമായിട്ടുള്ള കല്യാണം എല്ലാവരും ഉറപ്പിച്ചു വെച്ചത്. കാരണം എന്റെ കൂട്ടുകാർ രാഹുലിന്റെ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛനും അമ്മയും ചേട്ടനും പോയി. ഇത് അവിടെ നിന്നുള്ള വീട്ടുകാരും സംസാരിച്ച് രണ്ട് കൂട്ടുകാർക്കും ഓക്കെ ആയിട്ട് അടുത്ത മാസം ഇല്ലെങ്കിൽ എന്റെ അടുത്ത മാസം കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നത് ചെറിയ രീതിക്ക്. കാരണം എന്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഡെയിലി ജോലിക്ക് പോയിട്ട് അവൻ ഡെയിലി ജീവിക്കുന്നവനാണ്. ഇന്റർലോക്കിന്റെ ജോലിക്കാണ് അവൻ പോകുന്നത്. അടുത്ത മാസം ഇല്ലെങ്കിൽ എന്റെ അടുത്ത മാസം ചെറിയ രീതിക്ക് ഒരു അമ്പലത്തിൽ വെച്ച് ചെറിയൊരു കെട്ട് നടത്തി അത്യാവശ്യമുള്ള ആൾക്കാരെ വിളിച്ച് നിർത്തി അങ്ങനെ കല്യാണം നടത്താനുള്ള പ്ലാനിലിരുന്നേ. എന്നിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. വണ്ടിയായിട്ട് ബന്ധപ്പെട്ടെന്തോ പറഞ്ഞു, വണ്ടിയുടെ പൈസയുടെ അതൊക്കെ ചുമ്മയാണ് സാറേ. ഇവനൊരു വണ്ടി പോലും ഇന്നുവരെ ഇല്ല. എന്റെ വണ്ടിയാണ് അവൻ എവിടെയെങ്കിലും പോണെങ്കിൽ എടുത്തോണ്ട് പോകണം, ഇല്ലെങ്കിൽ എന്നെയാണ് വിളിച്ചുകൊണ്ട് പോകണം. അവൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാനും വീട്ടിൽ ഉണ്ടെങ്കിൽ ജോലിക്ക് വീട്ടിൽ ഉണ്ടെങ്കിൽ 24/7 ഞാനും അവനും ഒരുമിച്ചാണ് നടക്കുന്നത്. അവന് കൊച്ചിലേ മുതൽ ഞാനും അവനും അമൽ എന്ന് പറഞ്ഞ പയ്യനും ഒരുമിച്ചാണ് നടക്കുന്നത്. നമുക്ക് അവന്റെ കാര്യങ്ങൾ അറിയാം. കാരണം അവന്റെ ഫാമിലിയായിട്ട് അത്രയ്ക്ക് ടൈപ്പാണ്. കാരണം എന്റെ വീടിന്റെ തൊട്ടടുത്താണ്, എന്റെ വീട് അപ്പുറത്താണ്. ഇവന് ഒരു വണ്ടിയില്ല. കൊച്ചിലേ മുതൽ ഇവനൊരു വണ്ടിയില്ല. ഇവര് വേറൊരു പലരും പറയുന്നുണ്ട് അവൻ വണ്ടിയുടെ പൈസ അക്കൗണ്ടിൽ വെച്ച് കൊടുത്തു. രാഹുലിന് ഗൂഗിൾ പേ ഇല്ല. അവന് ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അവന് ഗൂഗിൾ പേ ഇല്ല. അവൻ ഇന്റർലോക്കിന് പോയിട്ട് അവന്റെ ശമ്പളം വരെ എന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. അവന്റെ മുതലാളി അവന്റെ ശമ്പളം എന്റെ അക്കൗണ്ടിലാണ് അയക്കുന്നത്. ഞാൻ ഒന്നിയില്ല എന്റെ ATM ഇട്ട് ഞാൻ പൈസ കയ്യിലാണ് എടുത്തു കൊടുക്കുന്നത്. അവന് അക്കൗണ്ടില്ല, അവന് വണ്ടിയില്ല. ഇതൊക്കെ എന്നിട്ട് ബാക്കി പലരും പറയുന്നുണ്ട് ബാറിൽ നടന്ന വിഷയമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പലർക്കും പലതും പറയാം. ഒരുത്തനെ കൊന്നു കളഞ്ഞപ്പോ എല്ലാവർക്കും സമാധാനമായി. മരിച്ച ആളുകളെ അനിയൻ എന്ന് പറയുമ്പോ സംഭവം മെയിൻ തുടക്കം എന്ന് വെച്ചാൽ ഇവന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഈ രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ. ഈ കുട്ടി എന്ന് പറഞ്ഞ 2 പയ്യന്മാരും ഒരാൾ രാഹുൽ എന്ന് പറഞ്ഞ പയ്യൻ. ഈ പയ്യൻ ഇവനെ കാണണം, ഇവരുടെ ബന്ധുവാണ് ഞാൻ, എനിക്ക് ഇതിനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവനെ കിള്ളിയിൽ വിളിച്ചു വരുത്തിയതാണ്. ഇവൻ സംസാരിക്കണമെന്ന് പോയിന്റിടയ്ക്ക് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇവനെ കുത്തിയതാണ്. അപ്പോൾ ഇവൻ്റെ സുഹൃത്ത് തന്നെ ഷാക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരുണ്ടല്ലോ, ഇവൻ അവിടെ വന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ഇതിന് മുന്നേയും ഒരു 2-3 തവണ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥലത്ത്, അതായത് ഞാൻ ഒരു മെൻസിലാണ് വർക്ക് ചെയ്യണം, അവിടെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ കുത്താനും വെട്ടാനും കുറച്ച് പയ്യന്മാർ വന്നിട്ടുണ്ട്. 2-3 തവണ വന്നിട്ടുണ്ട്. അതിൽ ഒരു തവണ ഈ ഷേക്ക് എന്ന് പറഞ്ഞ പയ്യനാണ് അത് സോൾവ് ചെയ്ത് വിട്ടത്. ബാക്കി 2 തവണ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചത് സോൾവ് ചെയ്ത് വിട്ടു. അതേ പറ്റുള്ളൂ. അമ്മ എപ്പോഴാണ് അറിയുന്നത് മോൻ്റെ? അത് രാത്രി 12-1 മണി ആയപ്പോഴാണ് അറിഞ്ഞത്. അമ്മൂളിലുള്ള ഒരു മുസ്ലിം ഒരാളാണ് വന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അറിഞ്ഞത്, അല്ലാതെ നമ്മൾ അറിഞ്ഞൊന്നുമില്ല. എൻ്റെ മോൻ തന്നെ ഞങ്ങളെ നോക്കണം. അവൻ തന്നെ ജോലിക്കെല്ലാം പോയിട്ട് വന്നു നമ്മളെ കഷ്ടപ്പെട്ട് നോക്കണത്. അല്ലാതെ കൂടെ അച്ഛന് സുഖമില്ല, കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിന് അച്ഛൻ ഒരു പണിക്കും പോകില്ല, പിന്നെ തൊഴിലുറപ്പിന് പോകും. ഞാനാണെങ്കിൽ 3 വർഷം കൊണ്ട് തൊഴിലുറപ്പിന് ഒന്നിനും പോകുന്നില്ല. കാലെല്ലാം ഷുഗർ കൊണ്ട് പഴുത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇന്നലെയും കൂടെ പോയി വെച്ച് കെട്ടി നഖമൊക്കെ ഇളക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെ വീട് ഇതാണ്. അല്ലാതെ എൻ്റെ രാഹുൽ മോൻ്റെ ഒരു ആശ്രയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ അവിടെ ആരും നമുക്ക് സഹായിക്കാനില്ല.
അതുകൊണ്ട് നമുക്ക് കോടതിയിൽ നീതി കിട്ടണം.